ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കേരള കലാമണ്ഡലത്തിൽ നിന്നും കഥകളിയിൽ വിദ്യാഭ്യാസം നേടിയ ആദ്യ മുസ്ലിം വിദ്യാർത്ഥിയാണ് എൻ സാബറി. നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലും സിക്ക ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലുമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് എല്ലാ ഗ്രാമപഞ്ചായത്തും ISO സർട്ടിഫിക്കറ്റ് നേടിയ ജില്ല തൃശ്ശൂർ ജില്ലയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ പുസ്തക ഗ്രാമം കൊല്ലം ജില്ലയിലെ പെരുങ്കുളമാണ്. കേരളത്തിലെ ആദ്യ മലമ്പനി വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഒരു കേസ് പോലും പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് കാലവർഷത്തിൽ 1000 മില്ലിലിറ്റർ അധികം മഴ ലഭിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ് നേടിയ കളക്ടറേറ്റ് ആണ് കോട്ടയം. രാജ്യത്ത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജില്ലാ ആശുപത്രി. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലുംപാറ ഗ്രാമപഞ്ചായത്ത്. രാജ്യത്തെ ആദ്യത്തെ വിദേശ ക്യാമ്പസ് സ്ഥാപിച്ചത് ഏത് സർവകലാശാലയാണ്? ഡീക്കിൻ സർവകലാശാല, ഓസ്ട്രേലിയ ആണ് ഗുജറാത്തിൽ സർവകലാശാല സ്ഥാപിച്ചത്. അരുണാചൽ പ്രദേശിലെ ആദ്യ പത്രമാണ് അരുണഭൂമി. ഇത് ഹിന്ദി ഭാഷയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ. ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ നിയമസഭയാണ് ഉത്തരാഖണ്ഡ്. ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഗോവയിലുമാണ്. ഏത് സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഉത്കൽ ദിവസ് ആചരിച്ചത്? ഒഡീഷ സംസ്ഥാന രൂപീകരണം. എന്നെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 1 ആണ്. രാജ്യത്തെ ആദ്യ ഭൂഗർഭ മെട്രോ എവിടെയാണ് വന്നത്? കൊൽക്കട്ടയിലെ ഹൂഗ്ലിയിൽ. അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഹെയ്സാല ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടക. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2023 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.2%. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെ? ലഡാക്കാണ് ഉത്തരം വരുന്നത്. രാജ്യത്തെ ആദ്യ ജാതി സെൻസസ് നടന്ന സംസ്ഥാനമാണ് ബീഹാർ. കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. രാജ്യത്തെ ആദ്യ അക്ഷര മ്യൂസിയം വന്നത് എവിടെ? കോട്ടയത്താണ് വന്നത്. 2023 വന്ന കേരള ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ്. നളിനകാന്തി എന്ന സിനിമ ഏതു മലയാള കവിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? T പത്മനാഭൻ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ഏത് മലയാള കവയിത്രിയുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ളതാണ്? ഉത്തരം സുഗതകുമാരി. വൈക്കം ബഷീർ ആർട്ട് ഗാലറി വന്നതെവിടെ? തലയോലപ്പറമ്പിലാണ്. കുഞ്ഞാലി മരക്കാർ ചരിത്ര മ്യൂസിയം വന്നതെവിടെ? ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യ AI അധ്യാപികയുടെ പേര് ഐറിസ് ആണ്. KTCT കല്ലമ്പലത്താണ് ആദ്യമായിട്ട് വന്നത്. 62ാമത്തെ സ്കൂൾ കലോത്സവം ജേതാക്കൾ കണ്ണൂരാണ്. നടന്ന വേദി കോഴിക്കോടും. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദാണ്. ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രം വരച്ചതാര്? ഉത്തരം അമൃത ഷെർഗിൽ. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ ഒരു ചിത്രമാണ് ദ സ്റ്റോറി ടെല്ലർ. രാജ്യത്തേക്ക് കൊണ്ടുവന്ന സൈബീരിയൻ കടുവകളെ പാർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാളിലാണ് രാജ്യത്തേക്ക് കൊണ്ടുവന്ന സൈബീരിയൻ കടുവകളെ പാർപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം ജില്ല. സിറ്റിസൺ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത്.
വനിതാ സംവരണ ബില്ലാണ് 106 ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. 128 ഭരണഘടനാ ഭേദഗതി ബില്ലും ആണ്. മാറ്റം വരുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 330A ലോക്സഭയിൽ 33% സംവരണം. അടുത്തതായിട്ട് 332A സംസ്ഥാന നിയമസഭ. 334A അടുത്ത സെൻസസിലെ മണ്ഡല പുനർവിന്യാസം. 239AA ഡൽഹി നിയമസഭ. നിയമം പ്രാബല്യത്തിൽ വന്ന് 15 വർഷത്തേക്കാണ് സംവരണം കൊണ്ടുവരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിത മുത്തമഴി സെൽവിയാണ്. 2024 മാർച്ചിൽ പുരുഷന്മാർക്കും പഠനത്തിനായിട്ട് കേരള കലാമണ്ഡലം അനുവദിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം. ഇതുവരെ എന്ന സിനിമ എന്തിനെ സംബന്ധിക്കുന്നതാണ്? ബ്രഹ്മപുരം പ്ലാന്റ് തീപിടുത്തം. IT മേഖലയുടെ പുതിയ ലോഗോയിൽ നിറങ്ങൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? പച്ച ഹരിത കേരളത്തെയും നീല സാങ്കേതിക വിദ്യയും പറ്റി പ്രതിനിധാനം ചെയ്യുന്നു. അടുത്തിടെ സംഗീത നാടക അക്കാദമി അംഗീകരിച്ച ഒരു കലാരൂപമാണ് മിമിക്രി. കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ ഇടമലക്കുടിയുമായിട്ട് ബന്ധിപ്പിച്ചപ്പോൾ ഇടുക്കിക്ക് വലിപ്പത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. ഇടുക്കി ജില്ലയുടെ വിസ്തീർണമാണ് 4612 ചതുരശ്ര കിലോമീറ്റർ. 36ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കാസർഗോഡ് ജില്ലയിലാണ്. അതിന്റെ ഉദ്ഘാടനം നടത്തിയത് നോബൽ സമ്മാന ജേതാവായ മോർട്ടൽ മെൻഡറാണ്. ചെക്ക് പോസ്റ്റുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് സംസ്ഥാന വിജിലൻസ് വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. 2023 മെയ്യിൽ തൂവൽ തീരം വിനോദസഞ്ചാര ബോട്ട് അപകടം നടന്ന ജില്ല മലപ്പുറം ജില്ലയിലാണ്. മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ വിപണനം നടത്തുക, ഉപയോഗം തടയുക എന്നതിന് സർക്കാർ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഈ അടുത്ത് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിച്ച മലയാള നടിയാണ് PK റോസി. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതന നിരക്കാണ് 346 രൂപ. 16 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ച മലയാള സിനിമ എന്ന് സാക്ഷാൽ ദൈവം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വന്നതെവിടെ? തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്താണ്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ റൂട്ടാണ് ഹൈക്കോടതി വൈപ്പിനും വൈറ്റില കാക്കനാടും. ക്ഷേത്രം കാര്യങ്ങൾക്കായിട്ട് റോബോട്ടിക് ആനയെ കൊണ്ടുവന്ന ക്ഷേത്രമാണ് ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തൃശൂർ. വൈവ കേരളം പദ്ധതി ഏത് രോഗം തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്? ഉത്തരം അനീമിയ. അനീമിയ വിമുക്ത ആദ്യ ജില്ലയാണ് പത്തനംതിട്ട. അനീമിയ വിമുക്ത ആദ്യ പഞ്ചായത്താണ് മൈലപ്ര. രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവധി അനുവദിച്ച് നൽകിയ കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. APJ അബ്ദുൽ കലാം മ്യൂസിയം കേരളത്തിൽ വന്നത് എവിടെയാണ്? ഉത്തരം പൂഞ്ഞലാൽ, തിരുവനന്തപുരം ജില്ലയിലെ പുനലാലാണ്. പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ് ഏതാണ്? ഉത്തരം പ്രതീക്ഷ. 2024 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡും ഇന്ത്യയുടെ സ്ഥാനം 134 2024 ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനം ഫിൻലൻഡിനും 126ാം സ്ഥാനമാണ് ഇന്ത്യക്കും ലഭിച്ചത്. 2024 ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനം അമേരിക്കയ്ക്കും 42ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2023 ഹങ്കർ ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനം ബാലറസും 111ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2023 ബുക്കർ പ്രൈസ് നേടിയത്
പോൾ ലഞ്ചും ആണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പ്രൊഫറ്റ് സോങ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ജോർജി ഗോഡ്സ്പിനോവ ആണ്. അദ്ദേഹത്തിൻ്റെ കൃതി ടൈം ഷെൽട്ടർ. 69ാമത് ദേശീയ അവാർഡ് മികച്ച നടൻ അല്ലു അർജുനാണ്. ചിത്രം പുഷ്പ. ദേശീയ അവാർഡ് നേടുന്ന ആദ്യത്തെ തെലുങ്ക് നടനാണ് അല്ലു അർജുൻ. നടി ആലിയ ഭട്ടാണ്. കൃതി സനോൺ. മികച്ച സിനിമ റോക്കട്രി ദ നമ്പി എഫക്റ്റ്. സംവിധാനം ആർ മാധവനാണ്. മികച്ച മലയാള സിനിമയാണ് ഹോം. അതിൻ്റെ സംവിധാനം റോജിൻ തോമസ്. മികച്ച മലയാള നവാഗത സിനിമ മേപ്പടിയാനാണ്. സംവിധാനം വിഷ്ണു മോഹൻ. മികച്ച പരിസ്ഥിതി സംരക്ഷണ സിനിമയാണ് ആവാസവ്യൂഹം. അടുത്തതായിട്ട് ഭാരത് രത്നം 2024 നേടിയവർ MS സ്വാമിനാഥൻ, ചരൺ സിംഗ്, PV നരസിംഹറാവു, കർപ്പേരി താക്കർ, LK അദ്വാനി. അടുത്തതായിട്ട് പത്മഭൂഷൺ 2024 ലഭിച്ചത് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് ആണ്. മരണപ്പെട്ടത് 2023 നവംബർ മാസം 23-ാം തീയതി. അടുത്തതായിട്ട് P വത്സലയ്ക്കും ലഭിച്ചു. അവർ മരണപ്പെട്ടത് 2023 നവംബർ മാസം 21-ാം തീയതി. പത്മശ്രീ 2024 ലഭിച്ചത് സദനം ബാലകൃഷ്ണന് കഥകളിക്കും, EP നാരായണന് തെയ്യത്തിന്, സത്യനാരായണ ബലേരി നെൽവിത്ത് സംരക്ഷണം, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഫായ് സാഹിത്യത്തിന്, മുനി നാരായണ പ്രസാദ് സാഹിത്യം, പകരാവൂർ ചിത്രൻ നമ്പൂതിരി സാഹിത്യം. കേരളത്തിൽ ആദ്യമായിട്ട് വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കൈരളി. 4 വർഷം ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം എവിടെ? കുളത്തൂപ്പുഴ. രാജ്യത്തെ ആദ്യ ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് പുല്ലമ്പാറ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. സംവിധാനം ചിദംബരം S പൊതുവാളാണ്. രാജ്യത്തെ ആദ്യ ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലമാണ് ധർമ്മടം. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആഘോഷിക്കുന്ന പ്രശസ്തമായ കവിയാണ് കുമാരനാശാൻ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ക്ലാസിക് ഇമ്പീരിയൽ. 2024 പാട്ടഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കോളനി വാൽമുട്ടിയാണ്. പാലക്കാട് ജില്ലയിലെ വാൽമുട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകത്തിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിലാണ്. കേരളത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോട്. കുടുംബശ്രീ ദിനം എന്ന് മെയ് 17. കേരളത്തിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം നിലവിൽ വരുന്നത് എവിടെ? കാസർഗോഡ്. പൂർണ്ണമായും വനിതകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. രാജ്യാന്തര കണ്ടൽ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? പുതുവൈപ്പ്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1076. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ 15ഉം രണ്ടാമത്തെ കപ്പൽ ഹെൻഷുവ 29ഉമാണ്. ഉഷ്ണരാശി എന്ന നാടകം ഏത് സമരവുമായിട്ട് ബന്ധപ്പെടുന്നു? പുന്നപ്ര വയലാർ സമരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്കായിട്ട് യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? മീററ്റ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്താണ് പോത്തിനിക്കാട്. എറണാകുളം ജില്ലയിലെ പോത്തിനിക്കാട്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം ജില്ലയിലെ പട്ടം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ഉള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്.
ടെലിഫോണിലൂടെ വിവരാവകാശ അപേക്ഷ സ്വീകരിച്ച ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക്. ഇന്ത്യയുടെ പ്രാദേശിക സമയരേഖ കടന്നു പോകുന്ന പ്രദേശം അലഹാബാദാണ്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം നാഞ്ചിക്കാടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി, വർഷം 1947. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ പാർക്കാണ് സൗത്ത് ബട്ടൻ ദ്വീപ് ദേശീയ പാർക്ക്, ആൻഡമാൻ. 100ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ സിയാൽ. താങ്ക് യു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾക്ക് തുടർന്നുള്ള ടോപ്പിക്സും റാങ്ക് ഫയൽസും ഒക്കെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.